ഹായ്, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. നിങ്ങളെല്ലാവരും സേഫ് ആണെന്നും അതുപോലെ തന്നെ ഹെൽത്തി ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്കാത്തീയലിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കൈപ്രസം വളരെ കുറവേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇന്ന് ഉണ്ടാക്കി നാളെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ കൈപ്രസം ഉണ്ടാവില്ല, ഞാൻ പറയുന്ന രീതി ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇനി പാവയ്ക്കാത്തീയൽ നമ്മുടെ വീണാസ്കറിവേർഡിൽ സെർച്ച് ചെയ്യുമ്പോൾ കണ്ടില്ല എന്ന് വേണ്ട, അതുകൊണ്ടാണ് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഹോൾ ആയിട്ടുള്ള മുളകും മല്ലിയാണ് ഉപയോഗിക്കേണ്ടത്. നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് പൊടികളാണ് ചേർത്തിരിക്കുന്നത്. പക്ഷേ മറ്റേതിൻ്റെ കണക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണുക, അതിനുശേഷം ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്ന ചോക്ലേറ്റ് ചിപ്പ് കുക്കീസ് ഒരുപാട് പേര് തയ്യാറാക്കി ഇൻസ്റ്റയിലൊക്കെ ഫോട്ടോസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം. അപ്പോൾ ഒട്ടും താമസിച്ചാണ് നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്കാത്തീയൽ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് പാവയ്ക്കാത്തീയൽ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാവയ്ക്ക ഇതേപോലെ ഒരു മീഡിയം സൈസ് പീസായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ സാമ്പാർ പുളി കുറച്ച് മിക്സ് ചെയ്ത് കുറച്ച് ഒരു അരമണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നന്നായിട്ട് വാഷ് ചെയ്ത് വെള്ളമെല്ലാം തുടച്ച് വെച്ചിരിക്കുന്ന പാവയ്ക്കയുടെ പീസസ് ആണിത്. കുറച്ച് വിനീഗർ ഒഴിച്ച് വെച്ചാലും മതിയാകും. ഒരുപാട് കയ്പ്പ് ഉണ്ടെങ്കിൽ അത് ഒഴിവായി കിട്ടാനാണ് നമ്മളതിനെ പുളിവെള്ളത്തിൽ അല്ലെങ്കിൽ വിനീഗറിൽ ഇത് സോക്ക് ചെയ്ത് വെക്കാൻ പറയുന്നത് കേട്ടോ. ഇത് ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ തന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിലേക്ക് ചൂടുവെള്ളത്തിൽ ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ഇരിക്കുന്നുണ്ട്. അത് നമുക്ക് കഴിഞ്ഞിട്ട് വേണ്ടി വരും. അപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെക്കുക. അതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഇല്ലാണ്ടും നമുക്ക് വറുക്കാൻ പറ്റും, പക്ഷേ വെളിച്ചെണ്ണ ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് വറുത്തെടുക്കാൻ പറ്റും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുന്നത്. അതിലോട്ട് ഞാനൊരു 6 ടേബിൾ സ്പൂൺ തേങ്ങ ചെറിയത് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. 6 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഞാൻ ഈ തീയൽ ഉണ്ടാക്കുന്നത് 2 തീയൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് രണ്ടും ഞാൻ ഹോളായിട്ടുള്ള മല്ലിയും ഹോളായിട്ടുള്ള മുളകൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് അത് അവൈലബിൾ അല്ല, ഹോളായിട്ടുള്ള മല്ലി ഇല്ല ചേച്ചി എന്നൊക്കെ പറയാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് പൊടിയാണ് ചേർത്ത് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം ഇതിൻ്റെ കൂടെ നമുക്കൊരു 3-4 കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് മീഡിയം തീയിലിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നല്ലൊരു ബ്രൗൺ കളർ ആവുന്ന വരെ തേങ്ങ അങ്ങ് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളിതിലേക്ക് ഹോളായിട്ടുള്ള മല്ലിയും മുളകാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഈ കടായി ചൂടാക്കിയിട്ട് അതിലോട്ട് ഹോൾ മല്ലിയും ഹോൾ മുളകും ചേർത്ത് കൊടുക്കുക. അതൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കുക. അപ്പോൾ മുളകിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഒരു 5 മുളക്, ഹോളായിട്ടുള്ള 5 മുളക്, നല്ല എരിവുള്ള മുളക്, അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ മല്ലി, ഹോൾ മല്ലി, ഒരു 10 നമ്മുടെ ഉലുവ ചേർത്ത് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതേപോലെ തന്നെ 6 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് നല്ല ഗോൾഡ് കളർ ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു പച്ചമുളക് മുറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അധികം എരിവില്ലാത്ത പച്ചമുളകാണ്. അതും കൂടെ ചേർത്തിട്ട് വേണം നമുക്കിത് നല്ല ഗോൾഡ് കളർ ആവുന്ന വരെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. തേങ്ങയുടെ കളർ മാറി വരുന്നുണ്ട്, നല്ല ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇനി തീ കുറയ്ക്കണം, വളരെ ചെറിയ തീയിലോട്ട് മാറ്റാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതങ്ങ് കരിഞ്ഞു പോകും. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ. അപ്പോൾ അല്ലെങ്കിൽ ഞാനിത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. അതിൽ നമുക്ക് പൊടികളിടാം കേട്ടോ. അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. പൊടികൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് തിരിച്ച് അടുപ്പിലോട്ട് വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂൺ, അത് ചെറു ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉലുവ 1/4 ടീസ്പൂണിനേക്കാളും കുറവ് കേട്ടോ. എന്നിട്ട് നമുക്ക് അടുപ്പിലോട്ട് വെക്കുക. ഇത് നന്നായിട്ടിത് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം. 2 മിനിറ്റ് ഒക്കെ എടുക്കും. ചെറിയ തീയിൽ തന്നെ വെക്കേണ്ടത് കേട്ടോ. ഇനി അത് റോസ്റ്റ് ആയതിനു ശേഷം തണുത്തതിന് ശേഷം ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അമ്മിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കാണ്ട് അരച്ചെടുക്കണം ഏറ്റവും ടേസ്റ്റ്. ഇപ്പോൾ ഇവിടെ ആണെങ്കിലും ചെറിയ മിക്സിയുടെ ജാറിൽ നിങ്ങൾക്ക് വെള്ളം ചേർക്കാണ്ട് അരച്ചെടുക്കാൻ പറ്റുവാണെങ്കിൽ നല്ല കാര്യം. അതല്ലെങ്കിൽ അല്പം മാത്രം വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കും കേട്ടോ. അപ്പോൾ ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിത് ചൂടാറിയതിന് ശേഷം ഞാൻ അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം കേട്ടോ. തേങ്ങയുടെ ചൂടൊക്കെ അറിയുണ്ടായിരുന്നു, നന്നായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കിവിടെ വെള്ളം ചേർക്കാണ്ട് അരയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ വെള്ളം ചേർക്കാതെ അരയ്ക്കണമെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കുന്നു മാത്രം. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. കടായിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് വീണ്ടും ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. ആ കടുക് ഒന്ന് പൊട്ടി വരട്ടെ. അതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന ഒരു 5 ചെറിയുള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടുള്ളതാണ്. അത് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കണം. ചെറിയുള്ളി ഇല്ലെങ്കിൽ സവാള, ചെറിയുള്ളിയാണ് ഏറ്റവും ബെസ്റ്റ്. സവാളയാണെങ്കിൽ ഒരു 1/2 സവാള കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ
മെയിൻ ഹീറോ, അതായത് ഞങ്ങളുടെ കൈപ്പയ്ക്ക നിങ്ങളുടെ പാവയ്ക്ക, അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആ കൈപ്പയ്ക്കൊക്കെ അത്യാവശ്യം ഒന്ന് ഫ്രൈ ആവണം, അപ്പോഴാണ് ആ കൈപ്രസം നന്നായിട്ട് മാറി കിട്ടുള്ളൂ. ഞാനിതിലേക്ക് ഒരു പച്ചമുളകും കൂടെ മുറിച്ചിടാൻ പോവുകയാണ്. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ പച്ചമുളകും കൂടെ ചേർത്ത് ഇത് ഫ്രൈ ചെയ്യുമ്പോൾ. ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇതങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഒരു കാര്യം ചേർക്കാൻ മറന്നുപോയി. എൻ്റെ അടുത്ത് കുറച്ച് നാളികേരക്കൊത്തുണ്ട്. അപ്പോൾ നാളികേരക്കൊത്തും കൂടെ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല ഫ്ലേവർ കിട്ടും. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നാളികേരക്കൊത്ത് വളരെ നൈസാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വഴറ്റി കൊടുത്തോണ്ടേ ഇരിക്കാം. ഞാനിപ്പോൾ ഇതൊരു 5 മിനിറ്റ് കൂടുതൽ വറുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു ക്രഞ്ചി അല്ല, എന്നാലും അത്യാവശ്യം നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ആ സമയത്ത് നമുക്കിതിലോട്ട് എന്ത് ചേർത്ത് കൊടുക്കണം? നമ്മുടെ എടുത്തു വച്ചിരിക്കുന്ന പുളിവെള്ളം. ഒരുപാട് പുളിയായി കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ പുളിവെള്ളത്തിൻ്റെ അളവ് സൂക്ഷിക്കണം. 3/4 ഭാഗം ഒഴിച്ചു കൊടുത്ത് നോക്കട്ടെ ഞാൻ. എന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. കാരണം പുളി കൂടി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കറി ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ശ്രദ്ധിക്കണം. ഇത് മതിയാവും. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങളുടെ അടുത്ത്, നമ്മുടെ പുളി എന്ന് പറയുന്നത് പല പ്രാവശ്യം നമുക്ക് കിട്ടുന്ന പുളിയിൽ തന്നെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ എപ്പോഴും നിങ്ങൾ പുളി ഒരുമിച്ച് ഒഴിക്കരുത്. കുറച്ച് ഒഴിച്ച് കൊടുത്ത് നോക്കുക, ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യുക. അതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റോളം ഇത് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളെ പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം കുക്ക് ചെയ്യണം. അപ്പോഴാണ് പുളിവെള്ളത്തിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് മാറി കിട്ടുള്ളൂ. നിങ്ങൾക്ക് വെള്ളം കുറവാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാൻ, ഹൈ ഫ്ലെയിമിലല്ല. ഇനി നമുക്കിതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ എപ്പോഴും ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ചൂടുവെള്ളമാണ് ഒഴിക്കാറുള്ളത്. ഞാനിപ്പോൾ 2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് അഥവാ വെള്ളം കുറവാന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് പിന്നെ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യമേ തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഇത് നന്നായി തിളച്ച് കുറച്ചൊന്ന് വറ്റി നല്ലൊരു ഫ്ലേവർ വരും, കളറും ചേഞ്ച് ആവും. ആ സമയത്ത് നമുക്ക് ഓഫ് ചെയ്യണം. അപ്പോൾ ഞാനിതിലോട്ട് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ശർക്കര നിങ്ങളുടെ അടുത്തില്ലെങ്കിൽ അതിന് ശർക്കരയ്ക്ക് പകരമായിട്ട് പഞ്ചസാര ചേർത്താലും മതി. ശർക്കരയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തിക്കോളൂ കേട്ടോ. ഒരു മെയിൻ കാര്യം മറന്നിട്ടുണ്ടായിരുന്നു, ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഉപ്പിടാൻ മറക്കരുത് കേട്ടോ. ഇപ്പോൾ ഷുഗറിൻ്റെ പ്രശ്നമുള്ള ആൾക്കാരൊക്കെ ശർക്കര ഇടണമെന്നോ അല്ലെങ്കിൽ പഞ്ചസാര ഇടണമെന്നോ നിർബന്ധമില്ല കേട്ടോ. പക്ഷേ നമ്മുടെ ഈ തീയലെന്ന് പറയുമ്പോൾ ചെറിയൊരു മധുരവും അത്യാവശ്യം പുളിയും എരിവൊക്കെ ഉള്ള ഒരു പ്രത്യേക ഒരു ഡിഷാണ്. ഭയങ്കര നല്ല ടേസ്റ്റാണ്. ഇതിന് മുൻപ് 2-3 തീയൽ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പാവയ്ക്കത്തീയൽ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ കാരണം മാത്രമാണ് ഇതിട്ടത്. അതുപോലെ തന്നെ നമ്മൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന ലാസ്റ്റായിട്ട് അല്പം കായത്തിൻ്റെ പൊടിയാണ്. ഒരുപാടൊന്നും വേണ്ട, ഒരു അല്പം മാത്രം മതി. ഒരു നല്ല ഫ്ലേവർ കൊടുക്കും. ഞാൻ വീട്ടിൽ പൊടിച്ച പൊടിയാണ് കേട്ടോ, നമ്മൾ കട്ടക്കായത്തിൻ്റെ. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു നുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് നോക്കാം. നല്ല കളറായിട്ട് വന്നിട്ടുണ്ട്. ഇച്ചിരി കൂടെ ഒന്ന് തിക്കാവാനുണ്ട്. ഇത് അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി പാവയ്ക്ക കുക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ അടച്ചു വെക്കേണ്ട, തുറന്ന് വെച്ചിട്ട് തന്നെ വേവിച്ചാൽ മതി. പക്ഷേ മീഡിയം ഫ്ലെയിമിൽ വേവിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. സമയം എടുത്തത് കുക്ക് ചെയ്യണം, എങ്കിൽ മാത്രമാണ് ആ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരുള്ളൂ കേട്ടോ. ഒന്നും കൂടെ ഒന്ന് തിക്കായതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ കേട്ടോ. നല്ല കളറായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല സൂപ്പറായിട്ടുണ്ട്. കഴിച്ച് നോക്കട്ടെ. ആഹാ, എന്താ ടേസ്റ്റ്! നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി. ഉപ്പിന് ഉപ്പ്, എരിവിന് എരിവ്, ചെറിയൊരു മധുരം എവിടെയോ. കയ്പ്പ് രസം ചെറുതായിട്ട് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഓവറായിട്ട് ഒരു കയ്പ്പ് രസവും ഇല്ല. പണ്ട് ആലപ്പുഴ പോയപ്പോൾ ഈ ഒരു തീയൽ കഴിച്ചിട്ടുണ്ട്. അതായത് ഈ പാവയ്ക്ക തീയൽ സൂപ്പറായിരുന്നു. അതേ ടേസ്റ്റ് വന്നിട്ടുണ്ട്. 5 മിനിറ്റും കൂടി കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ചെയ്യാൻ പോവുകയാണ്. എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. എന്നാൽ ഈ സമയത്ത് നിങ്ങൾ നോക്കിയിട്ട് എന്തെങ്കിലും കുറവ് തോന്നുകയാണെങ്കിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. അതായത് പുളി കുറവ് തോന്നുകയാണെങ്കിൽ അല്പം പുളിവെള്ളം എടുത്ത് തിളപ്പിച്ചങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലാതെ വെറുതെ പുളിവെള്ളം ഒഴിക്കാൻ പാടില്ല. കാരണം അത് പിന്നെയും കുറേ സമയം കുക്കായി കഴിഞ്ഞാൽ മാത്രമാണ് ആ പുളിവെള്ളത്തിൻ്റെ ആ റോ ടേസ്റ്റ് മാറുള്ളൂ. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ ഒരല്പം മുളക് പൊടി ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. എന്തും നമുക്ക് കുറവായി കഴിഞ്ഞ് ചേർത്ത് കൊടുക്കാൻ പറ്റും. പക്ഷെ കൂടി കഴിഞ്ഞാൽ കുറയ്ക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ തീയലിൻ്റെ കൺസിസ്റ്റൻസി നോക്കി ഇതേ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇപ്പോൾ മഞ്ഞി വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ വെള്ളം ചേർക്കാം. ഇച്ചിരി ഞാൻ തിക്കായിട്ട് എടുത്തിട്ടുണ്ടെന്ന് മാത്രം. തണുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ തിക്നെസ് വരും. അപ്പോൾ അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഞാൻ അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടത് നമുക്ക് അടച്ചു വെക്കാം. തീയലായതുകൊണ്ട് അവസാനം വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അത്രയും വെളിച്ചെണ്ണയുടെ ആ ഒരു ഫ്ലേവർ ഇതിലുണ്ട്. സൂപ്പർ ടേസ്റ്റി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു തീയലാണിത്. കയ്പൊന്നുമില്ലാത്ത അടിപൊളി തീയൽ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം? ഫീഡ്ബാക്ക് പറയുക. അതുപോലെ തന്നെ മറ്റുള്ളവരോടൊന്ന് ഷെയർ ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. കുറേ നേരം ഇവിടെ കുത്തി പിടിച്ചിരുന്ന് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്.
എനിക്കൊരു വെബ്സൈറ്റ് ഉണ്ടായിരുന്നു പണ്ടെങ്ങോണ്ടോ, കുറെ കാലമായിട്ട് തൊടാറില്ല. അപ്പൊ കുറെ പേര് പറയാറുണ്ട് ചേച്ചി റിട്ടേൺ റെസിപ്പി വേണം. അതപ്പോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മാക്സിമം കൊടുക്കാറുണ്ട്. എന്നാൽ പോലും ബ്ലോഗ് വേണം എന്ന് പറഞ്ഞു. അപ്പൊ അത് ചേട്ടൻ അതിനൊന്ന് റീഫ്രഷ് ചെയ്ത് പാസ്വേഡൊക്കെ മറന്നു എടുക്കുമായിരുന്നു. അപ്പൊ അതിനൊക്കെ ഒന്ന് ശരിയാക്കി എടുത്തോണ്ടിരിക്കുക. അപ്പൊ വീണ്ടും പറ്റുകയാണെങ്കിൽ ഇനിയിപ്പോൾ അതിൽ ബ്ലോഗിലും പോസ്റ്റ് ചെയ്ത് തുടങ്ങണം. അപ്പൊ വീഡിയോന്റെ ലിങ്ക് ഇടാലോ. പണ്ട് ഇതിൽ തന്നെയായിരുന്നു ജീവിതം.